ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പതിവ് പോലെ തന്നെ നമ്മുടെ ഗാർഡൻ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞ് അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അടുക്കളത്തോട്ടം എന്നൊക്കെ പറയാമോ എന്നറിയില്ല, എന്നാലും അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വെയിൽ കാരണം ഈ കുറേ ചെടികൾ ഫ്രണ്ടിൽ നിന്ന് നമ്മളെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ ആകുമ്പോഴെന്ന് വെച്ചാൽ ഷെയ്ഡുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടുള്ള ആ ഇളം വെയിൽ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ചെടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചത്. അതിൻ്റെ ബാക്കിലായിട്ടാണ് കുറച്ച് മുളകും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരവിത്ത് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തലേദിവസം വൈകിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴൊന്നും കണ്ടില്ല, പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേന് എല്ലാം മുളച്ച് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വലുതാകുമ്പം ആരോഗ്യമുള്ളത് നോക്കിയിട്ട് നമുക്ക് പറിച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നട്ടു കൊടുക്കാൻ എനിക്കിഷ്ടം. കാരണം നമുക്ക് പുല്ലൊക്കെ പറിച്ച് കളയാൻ എളുപ്പമുണ്ട്, മാനേജ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ തിക്കി എല്ലാം വെക്കുന്നത് കേട്ടോ. പക്ഷെ എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമായിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടതിൽ തക്കാളി മാത്രം കിളുത്തിട്ടില്ല, ബാക്കിയൊക്കെ എല്ലാം തന്നെ വെണ്ട, ചീര, ബീൻസ് ഒക്കെ കിളുത്തിട്ടുണ്ട്. ബീൻസ് 2 ജോഡേ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചീഞ്ഞു പോയായിരുന്നേ. അത് 2 എണ്ണം ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം വലിയ ചാഞ്ഞു പോകാതെയൊക്കെ ആയിട്ടോ നിൽക്കുന്ന, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ചെടിയാണെങ്കിൽ ഈ കോളിസ് പ്ലാന്റൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ബ്രാഞ്ചസൊക്കെ ആകുമല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് വിടണം. പിന്നെ ഇതിനകത്ത് ഈ ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് കുറ്റിപ്പയറൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു, കിളിർക്കുവാണെങ്കിൽ കിളിർക്കട്ടെ എന്ന് വെച്ചിട്ട്. ഒറ്റയും പയറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്നും ആകില്ല എന്നറിയാം, എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. ഞാൻ വെറുതെ ഇട്ടതാണ്, ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ട്. പൂവൊക്കെ ആകുന്നുണ്ട് കേട്ടോ, പൂവാകുന്നുണ്ട്, പയറൊക്കെ ആയി പിടിച്ച് വരുന്നുണ്ട്. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ജസ്റ്റ് കണ്ട ആ കുറച്ച് ഇത് മാത്രം. പിന്നത്തെ ദിവസമാണ് പിന്നെ കുറച്ച് പയറോടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിരട്ടയിൽ വെച്ച് കൊടുത്ത വാണ്ടറിങ് ജൂ ഇത്രയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം എല്ലാം ഒന്ന് നനച്ചു കൊടുത്തെന്ന് വെച്ചാൽ ചെടി നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ വെളിയിലേക്കൊക്കെ, ചട്ടിയുടെ വെളിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ കേട്ടോ വെക്കുന്നത്. ആ ചട്ടിയിൽ തന്നെ അങ്ങനെ വെക്കുമ്പോഴത്തേനും വീണ്ടും ഒന്നുകൂടെ നല്ല ബുഷിയായിട്ട് വരുമല്ലോ. പിന്നെ സിങ്കോണിയത്തിൻ്റെ ആണെങ്കിലും കുറച്ച് ഇലകളൊക്കെ പോയതും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത്. കോളിസ് പ്ലാന്റ് 2ഉം കട്ട് ചെയ്തത് ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തുനിന്ന് വേറെ ബ്രാഞ്ചസും ആകും. നമ്മൾ മുറിച്ച് ഇതിൽ വെക്കുമ്പം അത് വളരുമ്പോൾ ഒന്നും കൂടെ ഒരു ബുഷിയാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ പ്രൂണിങ്ങും പരിപാടിയൊക്കെ ചെയ്തത് വൈകുന്നേരമാണ്, കാരണം ഭയങ്കര വെയിലല്ലേ. അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്തത്. പിന്നെ ചെടി നന്നായിട്ടെല്ലാം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈകുന്നേര സമയത്ത് ഇപ്പോൾ 2 നേരം നനയ്ക്കേണ്ട അവസ്ഥയാണ്, ഭയങ്കര വെയിലല്ലേ. ഇതാണ് നമ്മളുടെ ചൈനീസ് ബോൾസത്തിൻ്റെ മദർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വേറൊന്നുമല്ല, നമ്മൾ പുതിയതായിട്ട് ഇവിടെ ഈ ഒരു ബോർഡർ ഇങ്ങനെ സെറ്റ് ചെയ്തതിൽ നമ്മൾ ബോർഡർ ഗ്രാസ് ആണല്ലോ വെച്ചത്. ആ വെയിലിൻ്റെ ഇത് കാരണം 2 ദിവസം കൊണ്ട് തന്നെ അത് മുഴുവൻ കരിഞ്ഞു പോയി, വല്ലാതെ ഇതായി, കറുത്ത് ഭയങ്കര ഇതായി. അപ്പം ഞാനത് മാറ്റിയിട്ട് ഒരു ലൈനിൽ നമ്മളുടെ ചൈനീസ് ബോൾസം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചതും വൈകുന്നേരമാണ്, കാരണം അതാകുമ്പോഴത്തേന് രാവിലത്തേനാകുമ്പോഴത്തേനത് സെറ്റായി, മൂടൊക്കെ കുറച്ച് സെറ്റായിട്ട് നിൽക്കുമല്ലോ. ഇപ്പം നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാടി തളർന്ന് ഒരു ഇതില്ലാതെ നിൽക്കും. അതുകൊണ്ട് വൈകുന്നേരമാണ് കേട്ടോ അതെല്ലാം വെച്ച് കൊടുത്തത്. പിന്നെ എല്ലാം നനച്ചൊക്കെ കൊടുത്തു. ഇത്രയൊക്കെ തലേദിവസം ചെയ്തിട്ട് പിന്നെ ബാക്കി നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഒരു 1-2 ആഴ്ച കൂടുമ്പോഴത്തേന് നമ്മൾ ഈ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒരു ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് തേയിലവെള്ളമാണ്. തേയിലവെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നിറയെ മുട്ട് വരുന്നുണ്ടോ, ഒരുപാട് മുട്ടുകളായി. ഈ ചെത്തിയിൽ പിന്നെയും പൂക്കുമായിരുന്നു, പക്ഷേ ഈ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയും തേയിലവെള്ളം കണ്ടിന്യൂസ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തപ്പം ചെത്തി നിറയെ മുട്ടയിടാൻ തുടങ്ങി.
അതുപോലെ തന്നെ ഒരിതാണ് ഈ വെള്ളച്ചെത്തിയിൽ അങ്ങനെ പൂക്കളേ ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഈ തേയിലവെള്ളവും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ഇത് കണ്ടോ നിറച്ച് മുട്ടൊക്കെ ആയിട്ടുണ്ട് അവിടെയൊക്കെ. ഇനി ഇതേ നമ്മൾ ബ്ലൂ ഡേയ്സ് കൊണ്ട് വെച്ചതിൽ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ. അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, ഒരുപാട് വളർന്നിട്ടുണ്ട്. കട്ട് ചെയ്താൽ അവിടെ നിന്നൊക്കെ പൂക്കളായിക്കോളും. പിന്നെ നമ്മൾ ഈ ചിരട്ടയിൽ വെച്ച് കൊടുത്ത കോളിസ് പ്ലാന്റ് ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിനകത്തായിരുന്നു അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ അതിൽ വെച്ചിരുന്ന കോളിസ് പ്ലാന്റ് ആണ്. അതിൽ നിന്ന് അമ്മ തന്നു വിട്ട് അതേപടി അതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചതാണ് ആ ചട്ടിയിലും ചിരട്ടയിലും ഒക്കെ. അതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാണകപ്പൊടി വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണൊന്ന് ഇളക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അതിൻ്റെ ചോട്ടിലേക്കാണെങ്കിലും ഇട്ടതിന് ശേഷം മണ്ണൊന്ന് ഇളക്കി അതിൻ്റെ മേൽഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കിയിട്ട് പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് നനച്ചും കൊടുത്തു കേട്ടോ. വളം ഇട്ടതിനൊക്കെ പ്രത്യേകിച്ചും ഒന്ന് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ചൈനീസ് ബോൾസൊക്കെ നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.